പ്രത്യാശ നൽകുന്ന ഒരു സംഭവമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവർഗത്തെ മാത്രമല്ല, സൃഷ്ടിയിൽ മുഴുവനും തന്നെയും പാപത്തിൻ്റെ തീണ്ടൽ സ്പർശിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ മുഴുവനും ഉദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്യുന്നത്. പൗരസ്ത്യ സഭയുടെ കാഴ്ചപ്പാടിൽ പുനരുത്ഥാനമാണ് മനുഷ്യാവതാരത്തിൻ്റെ അനുഭവത്തിൻ്റെ മകുടം ചാർത്തുന്ന സംഭവം. കാരണം ഇതിൽ കൂടിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന മരണത്തെ കർത്താവ് ചവിട്ടി മെതിച്ചിരിക്കുന്നത്. അതിൽ കൂടിയാണ് മരണത്തിൻ്റെ അപ്പുറവുമായിട്ട് ദൈവബന്ധത്തിൽ കൂടി മനുഷ്യർക്ക് കഴിയാൻ സാധിക്കും എന്നുള്ള ആ പ്രത്യാശ യേശുക്രിസ്തു മുഖാന്തരം ഉറപ്പാകുന്നത്. ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു പുതിയ അനുഭവം, ജീവൻ്റെ അന്ത്യം അല്ല. മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ അന്ത്യമല്ല, അതിനപ്പുറമായിട്ട് മനുഷ്യർക്ക് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും വഴി തെളിയിക്കുന്നതായിട്ടുള്ള അനുഭവം ആയിത്തീരുന്നു. ഈ ഉയർപ്പെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വശത്തിൽ കൂടി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് നമുക്ക് കരുതുന്നതായിട്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വകയില്ല. എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവിൽ വിശ്വസിക്കാത്തവർക്കും ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് ഇത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഈ സന്ദേശം എല്ലാവർക്കും അറിയിക്കേണ്ടത് ക്രിസ്തു മതത്തിൻ്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പരസ്യ പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തിൽ എമ്പാടും മനുഷ്യർക്കെല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത, സദ്വാർത്ത അനുഭവപ്പെടുവാൻ ക്രിസ്തു മതത്തിൽ കൂടി യാഥാർത്ഥ്യമാകണം എന്ന് ഈ ഒരു അനുഭവം ഈസ്റ്ററിൻ്റെ ദിവസം പ്രഖ്യാപിക്കുന്ന അനുഭവമാണ്. സൃഷ്ടിയിൽ കാണുന്നതായിട്ടുള്ള ഓരോ തരത്തിൽ അതിൻ്റെ നശീകരണത്തെയും ദൂരീകരിക്കുന്ന സംഭവമായി തീരണം പുനരുത്ഥാനം. കർത്താവിൻ്റെ സ്പർശനം മൂലം സമസ്ത സൃഷ്ടിക്ക് ഈ ഒരു അനുഭവം, ഉദ്ധാരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ആശയമാണ് സൃഷ്ടിയിൽ കർത്താവിൻ്റെ ഒരു നവീകരണത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിച്ചിട്ടുണ്ടെന്നും. പൗരസ്ത്യ സഭയ്ക്ക് പ്രത്യേകമായിട്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാന ആശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനുഷ്യരിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു അനുഭവമല്ല, നമ്മളുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കുവാനും അങ്ങനെ കർത്താവിൻ്റെ സൃഷ്ടിക്ക് മുഴുവനും തന്നെയും ഒരു നവീകരണ അനുഭവത്തിലേക്ക് ഈ ഉയർപ്പ് ദിവസം എത്തുവാൻ തക്കവണ്ണം സാധിക്കണം. അതിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കേവർക്കും അതിനുള്ള കഴിവും അനുഭവവും തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു.